ഖത്തറുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് സൗദി പക്ഷം കൃത്യമായ ഉപാധികൾ മുന്നോട്ടുവെച്ചതോടെ പ്രശ്നപരിഹാരം നീണ്ടേക്കുമെന്ന ആശങ്ക. അന്യായമായ ആരോപണങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഖത്തറും ഉറച്ചുനിൽക്കുകയാണ്. കുവൈത്ത് അമീറിന്റെ സമവായ നീക്കങ്ങളോട് സൗദി, UAE, ബഹ്റൈൻ രാജ്യങ്ങൾക്ക് അനുഭാവമുണ്ട്. എങ്കിലും ഉപാധികൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാതെ ഖത്തറുമായി അനുരഞ്ജനം സാധ്യമല്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. ബന്ധം പൂർവ്വനിലയിലാക്കുന്നതിന് ഖത്തർ ലംഘിക്കപ്പെടാത്ത രൂപരേഖ സമർപ്പിക്കണമെന്നാണ് UAEയുടെ ആവശ്യം. നഷ്ടപ്പെട്ട ബന്ധം വീണ്ടെടുക്കാൻ ഉറപ്പുള്ള മാർഗരേഖ അനിവാര്യമാണ്. സൗദി, ബഹ്റൈൻ, ഈജിപ്ത് എന്നിവയും ഇതുതന്നെ ആവർത്തിക്കുന്നു. ഗൾഫിന്റെ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അയൽ രാജ്യങ്ങൾക്കും സഹോദര രാജ്യങ്ങൾക്കും ദോഷകരമായ പെരുമാറ്റം ഉപേക്ഷിക്കുക, തെറ്റായ മാധ്യമപ്രചാരണത്തിന് കൂച്ചുവിലങ്ങിടുക എന്നിവയാണ് ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഈ രാജ്യങ്ങൾ തേടുന്ന ഉപാധികൾ. എന്നാൽ നീതീകരിക്കാനാവാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടതെന്ന് ഖത്തർ വ്യക്തമാക്കിയിരിക്കെ അനുരഞ്ജന നീക്കം അത്ര എളുപ്പമാകില്ല. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആദ്യ പ്രസ്താവനയിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയതും ശ്രദ്ധേയമാണ്. അതേസമയം മേഖലയിലെ തങ്ങളുടെ സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഖത്തറിനെ കൈവിടാനും അമേരിക്കക്ക് എളുപ്പമാകില്ല. ഗൾഫ് പ്രതിസന്ധി ഇനിയും നീണ്ടുപോകരുതെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെ വൻശക്തി രാജ്യങ്ങൾ. എന്നാൽ സൗദി അറേബ്യയുടെയും മറ്റും ഉപാധികൾ എത്ര കണ്ട് ഖത്തർ അംഗീകരിക്കുമെന്നതും പ്രധാനമാണ്. MC നാസർ, മീഡിയ 1, ദുബൈ.